ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്കൂൾ ജീവിതത്തിലുണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. വളരെ വിലപ്പെട്ടൊരു സന്ദേശം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും, ഉറപ്പാണ്. ഞങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം, ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്ത സമയമാണ്. ഓണപരീക്ഷയുടെ ആൻസർ പേപ്പേഴ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾക്കൊരു സാർ ഉണ്ടായിരുന്നു, വർഗീസ് സാർ എന്നായിരുന്നു സാറിൻ്റെ പേര്. കണക്ക് മാഷാണ്. പുള്ളിക്ക് ഒരു സ്വഭാവമുണ്ട്. പുള്ളി ക്ലാസ്സിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കില്ല. കുട്ടികൾക്കുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യുക, തമാശ പറയുക, കുശലം ചോദിക്കുക, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും പുള്ളി സമയം സ്പെൻഡ് ചെയ്യില്ല. ക്ലാസ്സിൽ കയറി വന്ന ആ നിമിഷം മുതൽ ബെല്ലടിക്കുന്നത് വരെ പുള്ളി തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും. ഒരു യന്ത്രപ്പാവയെ പോലെയാണ് പുള്ളി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അന്ന ദിവസം ഈ സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നത് ഓണപരീക്ഷയുടെ തിരുത്തിയ ഉത്തരക്കടലാസുകളുമായിട്ടായിരുന്നു. അത് കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം മുട്ടുവരക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഈ മാത്സ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അലർജി ആയിരുന്നു. അപ്പോൾ സാറ് ആൻസർ പേപ്പർ കൊണ്ടു വെച്ചു. പതിവ് പോലെ അത് വിതരണം ചെയ്തില്ല, അവിടെ വെച്ചു. എന്നിട്ട് പുള്ളി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കാഴ്ച ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം ആൻസർ പേപ്പറിൽ എന്താവും എന്നുള്ളൊരു പേടി കാരണം ഒരു കടിക്കുന്ന പട്ടിയെ മുമ്പിൽ കൊണ്ടു വെച്ചിട്ട് നമ്മോട് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴായി പട്ടി കടിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടാവില്ല. അതുപോലെ ഞങ്ങൾക്ക് ഇരിക്കുന്നത് ക്ലാസ്സിൽ. അങ്ങനെ ഇരിക്കെ സാറ് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് ഒരുപാട് പുതിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞു, ബെല്ലടിച്ചു. സാറ് ക്ലാസ് നിർത്തി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് സാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസർ പേപ്പറിൻ്റെ ബണ്ടിലെടുത്തിട്ട് ആ ക്ലാസ്സിലെ മിടുക്കനായ ഒരു പയ്യനുണ്ടായിരുന്നു. അവനാണ് എൻ്റെ ക്ലാസ് റെപ്പ്. അവൻ്റെ പേര് ദീപക് എന്നാണ്. അവനാണ് ആ ക്ലാസ്സിലെ ഏറ്റവും വലിയ ടോപ്പർ. അവൻ്റെ കയ്യിൽ ആൻസർ പേപ്പറിൻ്റെ ബണ്ടിലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ദീപക്, നീ ഈ ആൻസർ പേപ്പർ എല്ലാവർക്കും വിതരണം ചെയ്തേക്ക്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എന്നെ സ്റ്റാഫ് റൂമിൽ ഒന്ന് കണ്ടാൽ മതി, നമുക്ക് ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞിട്ട് സാറ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ദീപക് എല്ലാവർക്കും ആൻസർ പേപ്പർ വിതരണം ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് അടുത്ത പീരീഡിലെ സാറ് ദിനേശ് സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നത്. ഈ ദിനേശ് സാറ് മോറൽ സയൻസ് ആണ് എടുക്കാറുള്ളത്. സാറ് ഒരുപാട് നല്ല കഥകളും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു സാറാണ്. വർഗീസ് സാറിന് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദിനേശ് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ ക്ലാസ്സൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഉത്തരക്കടലാസ് കിട്ടിയതിൻ്റെ ടെൻഷനിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ സാർ ഒന്ന് വെയിറ്റ് ചെയ്തു തീരുമാനിച്ചു. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. അതിന് സാർ ഇങ്ങനെ പാവം പുള്ളി ഇങ്ങനെ മാറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പേപ്പറൊക്കെ പരിശോധിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ മാർക്ക് നോക്കി നെടുവീർപ്പിട്ട് എല്ലാം കഴിഞ്ഞിരുന്ന സമയത്ത് ദിനേശ് സാർ ചോദിച്ചു, ഓക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടന്നാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഓക്കെ സാർ, ആ ക്ലാസ്സിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. സാർ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ നിമിഷം പെട്ടെന്ന് ആരുടെയോ ഒരു കരച്ചിൽ കേട്ടു. മൊത്തം ക്ലാസ്സും നിശബ്ദമായി. എല്ലാവരും ചുറ്റും നോക്കാൻ തുടങ്ങി, ആരാ കരയുന്നത്? വീണ്ടും അതേ കരച്ചിൽ. സാറും ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരോ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയാണ്. എന്തു പറ്റി എന്ന് വെച്ചാൽ എല്ലാവരും ചുറ്റും നോക്കിയപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, കരയുന്നത് നമ്മുടെ ദീപക്കാണ്, ക്ലാസ്സിലെ ടോപ്പർ. ഉടനെ തന്നെ ദിനേശ് സാറ് ഈ പയ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, ദീപക് എന്തു പറ്റി, എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാർ എനിക്ക് മാത്സിൽ മാർക്ക് കുറഞ്ഞു പോയി സാർ, അതുകൊണ്ടാണ് സാർ ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു. ഓഹോ, പേപ്പർ കൊണ്ടാ? ദിനേശ് സാർ അവൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി നോക്കി. പേപ്പർ വാങ്ങി നോക്കിയ സാറ് ഒന്ന് ഞെട്ടിയിട്ട് പേപ്പറിലേക്ക് ഒന്ന് നോക്കും, അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും, പേപ്പറിലേക്ക് വീണ്ടും നോക്കും, പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് പറഞ്ഞു, എടാ ദീപക്, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് 50ൽ 49 മാർക്കുണ്ട്, ഇതാണോ കുറഞ്ഞ മാർക്കെന്ന് നീ പറയുന്നത്? ഇത് നല്ല മാർക്കല്ലടാ, ഇത് നീ സന്തോഷിക്കില്ലേ വേണ്ടതെന്ന് വെച്ചു. അല്ല സാർ, എനിക്ക് ആകെ 49 മാർക്കേ ഉള്ളൂ, ഒരു മാർക്ക് എവിടെ പോയി സാർ? എനിക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിലും 50 ഔട്ട് ഓഫ് 50 ഉണ്ട്, ഇതിൽ മാത്രമാണ് ഒരു മാർക്ക് കുറഞ്ഞു പോയത്. ഈ ഫുൾ മാർക്കിലാണ് ഞാൻ എങ്ങനെ സാർ വീട്ടിലേക്ക് പോവുക? ഞാൻ എങ്ങനെ സാർ ഈ ആൻസർ പേപ്പറിൻ്റെ പാരൻസിനെ കൊണ്ടുപോയി കാണിക്കുക? എനിക്ക് വയ്യ സാർ, ആ മാർക്ക് എവിടെ പോയെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല സാർ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ നോക്കി ആകെ ഷോക്കായിരിക്കുകയാണ്. കാരണം അവൻ്റെ പകുതി മാർക്ക് പോലും ഇല്ല ഞങ്ങളിൽ പലർക്കും. അപ്പോഴാണ് ഇവൻ ഈ ഒരു മാർക്കിന് ചൊല്ലി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പെട്ടെന്ന് ആ സമയത്ത് ബാക്കിൽ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടു, എടാ ദീപക് കരയണ്ടാ, ആ ഒരു മാർക്ക് എവിടെയും പോയിട്ടില്ല, അത് എൻ്റെ പേപ്പറിലുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിഞ്ഞു നോക്കി, ആരാണത്? തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചറായിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ പയ്യൻ, ഷാഹിർ എന്നാണ് അവൻ്റെ പേര്. അവനാണ് ബാക്കിൽ നീച്ചു നിന്നിട്ട് തൻ്റെ ആൻസർ പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഉടനെ ദിനേശ് സാറ് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ ആൻസർ പേപ്പർ വാങ്ങി നോക്കി. സാറ് നോക്കിയിട്ട് പറഞ്ഞു, ഡാ എന്തോന്നടാ ഇത്, നിനക്ക് ആകെ 50ൽ 1 മാർക്കേ ഉള്ളൂ, എന്നിട്ടാണോ നീ ഇവിടെ നിന്ന് തമാശ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്ന് സീരിയസ് ആയിക്കൂടാന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ ഈ മാത്സ് പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചിട്ടുമില്ല, ഒന്നും ഒട്ട് എഴുതിയിട്ടുമില്ല. ഈ 1 മാർക്ക് തന്നെ എങ്ങനെയാണ് വന്നതെന്ന് അറിയാണ്ട് അന്തം വിട്ട് നിൽക്കുക. ഞാൻ
കരുണാമയനായ ആ സാറ് എന്തോ എൻ്റെ ഒരു അലിവ് തോന്നി ഔദാര്യപൂർവ്വം ഇട്ടെന്നാണ് ഈ ഒരു മാർക്ക്. ഈ ഒരു മാർക്ക് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അവന് ഗുണം ഉണ്ടാവുമെങ്കിൽ പാവം നമ്മുടെ ദീപകല്ലേ, അവൻ എടുത്തോട്ടെ സാറേ, അതല്ലേ നല്ലത്, അവൻ ഹാപ്പി ആവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു നിർത്തിയ പാടെ സാറും പൊട്ടിച്ചിരിച്ചു. ക്ലാസ് മൊത്തം ഒരു കൂട്ടച്ചിരിയിൽ അങ്ങോട്ട് മുഴുകി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വലിയൊരു റിവലേഷൻ ആയിരുന്നു. കാരണം ജീവിതത്തിലെ 2 പരിച്ഛേദങ്ങളാണ് ഞങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ 50-ൽ 49 മാർക്ക് കിട്ടിയിട്ടും ആ കിട്ടാതെ പോയ ഒരു മാർക്കിനെ കുറിച്ച് ഓർത്ത് പരിതപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. നേരെ മറിച്ച് അപ്പുറത്തെ ഒരാൾ 50-ൽ 1 മാർക്ക് മാത്രം കിട്ടിയിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ കൂളായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ മനുഷ്യരുടെ 2 തലങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് എത്ര തന്നെ കിട്ടിയാലും കിട്ടിയതിനെ ചൊല്ലി സന്തോഷിക്കാതെ കിട്ടാതെ പോയ ചിലതിനെ കുറിച്ച് ഓർത്ത് മാത്രം സങ്കടപ്പെട്ടുകൊണ്ടേ അവരിയ്ക്കും. അതേസമയം വേറെ ചില ആളുകളുണ്ട്, അവർക്ക് എത്ര കുറച്ച് കിട്ടിയാലും ആ കിട്ടിയതിനെ വലിയൊരു അനുഗ്രഹമായി കണ്ട് അവരത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇവിടുന്ന് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ പലരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ഈ പറയുന്ന ദീപക്കും ഷാഹിറും ഒക്കെ ഇപ്പോൾ എവിടെയാണെന്ന്. പ്രിയമുള്ളവരെ, എനിക്ക് ഈ 2 പേരുമായിട്ടും ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഇതിൽ നമ്മുടെ ദീപക് പഠിച്ച് വലിയ ഡോക്ടറായി നല്ല പൊസിഷനിലെത്തി ഇപ്പോൾ സർക്കാർ സർവീസിലാണ്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലാണ് പുള്ളി, സർക്കാർ ഹോസ്പിറ്റലിലാണ് പുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഷാഹിർ, അവൻ ചെറുപ്പം തൊട്ടേ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് അവൻ ഈ വണ്ടി കച്ചവടവും അതുപോലെ ഈ വാഹനങ്ങളുടെ റീമോഡലിങ്ങും റീസെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൻ നല്ലൊരു ഓഫ് റോഡ് എക്സ്പേർട്ട് കൂടിയാണ്. ഓഫ് റോഡ് അഡ്വഞ്ചേഴ്സിലൊക്കെ വളരെ കമ്പമുള്ള ഒരാളാണ്. അതുപോലുള്ള ഒരുപാട് ഓഫ് റോഡ് മത്സരങ്ങളിൽ അവൻ പങ്കെടുത്തിട്ടുണ്ട്. അവൻ ഒരുപാട് ചാമ്പ്യൻഷിപ്പുകൾ വിൻ ചെയ്യുകയും അതിൽ സക്സസ്ഫുൾ ആയിട്ട് ടൈറ്റിൽ വിന്നറായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ പഠിപ്പിൽ മിടുക്കനായ ദീപക് കൊറോണ സമയത്ത് ഒരുപാട് പേര് ആ രോഗത്തിൻ്റെ പിടിയിൽപ്പെടുകയും അതേസമയം നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരുപാട് ഡോക്ടർമാർ മുന്നിൽ നിന്ന് അഹോരാത്രം പ്രയത്നിച്ച് ഒരുപാട് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദീപക്. അവൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും കൊറോണ സമയത്ത് ഒരുപാട് രോഗികളെ കൊറോണയുടെ കൈപ്പിടിയിൽ നിന്ന് മോചിപ്പിച്ച് അവരെ സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരു ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശംസകളും പാരിതോഷികങ്ങളും ബഹുമതികളും ആദരവും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹീറോ റേഞ്ചിലാണ് അവനിപ്പോൾ പലരുടെയും മനസ്സിൽ നിൽക്കുന്നത്. അതേസമയം നമ്മുടെ ഷാഹിർ 2018-ലും ഈ കഴിഞ്ഞ വർഷവുമെല്ലാം മഴ പെയ്ത് നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമെല്ലാം ഉണ്ടായി. ഒട്ടനവധി പേര് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ ഓരോരോ ദ്വീപുകളിൽ ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പോലും നിഷ്ക്രിയമായി പോയ അല്ലെങ്കിൽ നിസ്സഹായമായി പോയ സാഹചര്യത്തിൽ നമ്മുടെ ഷാഹിർ ഒരു കാര്യം ചെയ്യുകയുണ്ടായി. അവനൊരു ഓഫ് റോഡ് എക്സ്പേർട്ട് ആയതുകൊണ്ട് അവൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ ഓഫ് റോഡ് ഡ്രൈവർമാരെയും വിളിച്ചു വരുത്തുകയും അവരുടെ എല്ലാം കൈവശമുള്ള ഓഫ് റോഡ് വാഹനങ്ങളെ മൊബിലൈസ് ചെയ്ത് എല്ലാവരെയും കൂടി ഒരുമിച്ച് ഈ കാടിൻ്റെ ഉള്ളിലേക്കും മലയടിവാരങ്ങളിലേക്കും ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്കൊക്കെ വിട്ട് അവിടെയെല്ലാം കുടുങ്ങിക്കിടന്ന ഒട്ടനവധി പാവപ്പെട്ട മനുഷ്യരെ രക്ഷിച്ചെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അസംഖ്യം ആളുകളെയാണ് ഇതുപോലെ നമ്മുടെ ഷാഹിറിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഈ ഓഫ് റോഡേഴ്സ് ഇതുപോലുള്ള ഉൾപ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഷാഹിറും ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ മനസ്സിൽ. ഈ സംഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയാണ്: നമ്മൾ പഠിച്ച ബിരുദങ്ങളോ പരീക്ഷയിൽ നമ്മൾ നേടിയ മാർക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകളോ ഒന്നുമല്ല നമ്മളെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സമൂഹത്തിന് എന്ത് വിലപ്പെട്ട സേവനം നൽകി എന്നുള്ളതാണ്. നമ്മുടെ കർമ്മമാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ഇവിടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിട്ടുള്ള ദീപക്കും ഏറ്റവും ഉഴപ്പനായിട്ടുള്ള ഷാഹിറും നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അവർ 2 പേരും സൂപ്പർ ഹീറോകളാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ കാപ്പബിലിറ്റി ഉണ്ടാകും. അത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും.
പക്ഷേ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമ്മൾ നല്ല കിടയറ്റ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അതിൽ പരമാവധി പ്രാവീണ്യം നേടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ സൂപ്പർ ഹീറോസ് ആകാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം. ഒരുപക്ഷെ ഈ ദീപകിനെ പോലെ രോഗികളെ ചികിത്സിക്കാനോ അവർക്ക് മരുന്ന് കൊടുക്കാനോ അവരുടെ അസുഖം സുഖപ്പെടുത്താനോ നമ്മുടെ ഷാഹിറിന് കഴിഞ്ഞില്ല എന്ന് വരും. അതുപോലെ തന്നെ ഈ പെരുമഴയത്ത് വാഹനം ഓടിച്ചു ചെന്ന് ഈ കാടിൻ്റെ ഉള്ളിലും തുരുത്തുകളിലുമെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ രക്ഷിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ദീപകിന് കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ അവരവർക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള വിലപ്പെട്ട സംഭാവനകൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സൂപ്പർ ഹീറോസ് ആവാൻ കഴിയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൊണ്ട് നമുക്കും ഈ സമൂഹത്തിനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും സ്വയം ഒരു ആത്മപരിശോധന നടത്താം, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ചുറ്റുമുള്ളവർക്കും ഈ സമൂഹത്തിനും ഈ നാടിനുമൊക്കെ ഗുണം ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. അത് നമ്മൾ പഠിപ്പുള്ളവനാണോ പഠിപ്പില്ലാത്തവനാണോ, പണമുള്ളവനാണോ പണമില്ലാത്തവനാണോ, വലിയവനാണോ ചെറിയവനാണോ എന്നുള്ള ഒരു വേർതിരിവ് നോക്കേണ്ടതില്ല. നമ്മുടെ കർമ്മം തീരുമാനിക്കട്ടെ നമ്മൾ സൂപ്പർ ഹീറോ ആണോ സൂപ്പർ സീറോ ആണോ എന്ന്. ബാക്കിയെല്ലാം അതിൻ്റെ റിസൾട്ട് ആയിക്കൊണ്ട്, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് താനെ വരട്ടെ. ഈ ഒരു തിരിച്ചറിവോട് കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് മടങ്ങിയെത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണയ്ക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.